പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായെ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള ജമലി ഹോസ്പിറ്റലിന് മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇപ്പോൾ കിട്ടുന്ന ലേറ്റസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് വത്തിക്കാൻ ന്യൂസിൽ നിന്നും BBC അതുപോലുള്ള മാധ്യമങ്ങളിൽ നിന്നും നമുക്ക് കിട്ടുന്ന ലേറ്റസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് മാർപ്പാപ്പയുടെ അവസ്ഥ അതീവ ഗുരുതരമാണ്. അതായത് നീണ്ടു നിൽക്കുന്ന ശ്വാസതടസ്സം മാർപ്പാപ്പയ്ക്ക് അനുഭവപ്പെട്ടു. അതുകൊണ്ട് ഓക്സിജൻ ധാരാളമായിട്ട് മാർപ്പാപ്പയ്ക്ക് കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ ബ്ലഡ് ടെസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ച് മാർപ്പാപ്പയുടെ രക്തത്തിലെ പ്ലേറ്റ്ലെറ്റ്സ് ക്രമാതീതമായി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് എമർജൻസി ആയിട്ട് തന്നെ പരിശുദ്ധ പിതാവിന് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്തതായിട്ട് വന്നിട്ടുണ്ട്. ഡോക്ടേഴ്സ് എല്ലാം വളരെ ഗൗരവത്തോടുകൂടിയാണ് പരിശുദ്ധ പിതാവിൻ്റെ ഈ അവസ്ഥയെ വിലയിരുത്തുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും, പരിശുദ്ധ പിതാവ് തൻ്റെ ആരോഗ്യനില ഇതുവരെയും തരണം ചെയ്തിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഒത്തിരി പ്രാർത്ഥനകൾ ഉയരേണ്ടതായിട്ടുണ്ട്. പരിശുദ്ധ പിതാവിന് ഈ ഗുരുതരമായ ആരോഗ്യനില തരണം ചെയ്യുവാൻ വേണ്ടി ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഒത്തിരിയേറെ റിലീജിയസും സന്യാസ വൈദികരും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സും അൽമായരും ഒക്കെ വന്ന് പരിശുദ്ധ പിതാവിന് വേണ്ടി ജമലി ഹോസ്പിറ്റലിന് മുമ്പിൽ വന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ഉണ്ടായി. അപ്പോൾ ഇനിയും നമ്മുടെ പ്രാർത്ഥനകൾ പരിശുദ്ധ പിതാവിൻ്റെ നല്ലൊരു ആരോഗ്യം വീണ്ടെടുക്കുന്നതിനായിട്ട് നമുക്ക് ഉയർത്താം. ജമലി ഹോസ്പിറ്റലിൽ നിന്നും ഗുഡ്നെസ് ചാനലിന് വേണ്ടി ഫാദർ ജോജി പോൾ കളരിക്കൽ.